ഈ കാണുന്ന ടർഫൊന്നുമല്ല കേട്ടോ, ഇത് നമ്മളിന്ന് കാണാൻ പോകുന്ന ക്വാളിസിൻ്റെ അടിയിൽ വിരിച്ച മാറ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഡായിഷാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്വാളിസിന് വന്നിരുന്ന ഒരു ടോപ്പ് വേരിയൻ്റായ RSലെ ഒരു വാഹനമാണ്. ഇതിന്ന് ഇൻറ്റീരിയറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എക്സ്റ്റീരിയറിൽ ആ ഒരു കമ്പനി വന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ അൻഫസ് കൂടെയുണ്ട്. അൻഫസിനോട് നമുക്ക് വാഹനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. അൻഫസാണ്. സ്ഥലം തൃശ്ശൂർ കുന്നോളം വടക്കേക്കാടാണ്. അപ്പോൾ ഇത് നമ്മളെ വണ്ടി ചെയ്തിട്ടുള്ളത് പെയിൻറ്റിങ് ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രണ്ടിലത്തെ ഫുൾ ബാർ അത് കമ്പനി വരുന്നതാണ്. പിന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇൻറ്റീരിയറിലാണ് സീറ്റ്. പിന്നെ ഒരു അലോയ് മാറ്റിയിട്ടുണ്ട്. 15 വീൽ സൈസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വണ്ടിമേൽ ഇരിക്കണത് ഫുൾ ബാർ നമ്മളെ കമ്പനി വരുന്നതാണ്. അത് ആക്സസറീസിലാണ് ഉണ്ടായിരുന്നത് എക്സ്ട്രാ. അപ്പോൾ അത് ആവശ്യക്കാർ മാത്രം വാങ്ങിച്ചു തന്നുള്ളൂ. എന്നാലും നമ്മളെ ചില RSകളിലൊക്കെ കാണാം കമ്പനി ലുക്കിൽ കൊണ്ടുനടക്കണേ. പിന്നെ ഇതുപോലെ ഇത് നമ്മൾ ഇവിടെ നാട്ടിൽ കിട്ടാത്തതാണ്. ഇത് പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. നമ്മൾ സൗദിയിൽ നിന്ന് നമ്മളൊരാളുണ്ട് ഗ്രൂപ്പിലുള്ള ക്വാളിസ് ക്ലബ് കേരള പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ എത്തിച്ചു തന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എറണാകുളം മെർക്കെന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ വണ്ടിമേൽ ചെയ്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ കമ്പനി അതേ കോഡിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതേ പെയിൻറ്റിങ്ങിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വീല് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പ് വരുന്നത് 14ആണ്. നമ്മളത് 15 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 195 60 R15 ടയർ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളത് 114 PC തന്നെ കറക്റ്റ് ഇട്ടിട്ടുള്ളത്. പക്ഷേ നമുക്കതൊരു ചെറിയൊരു ഉരച്ചൽ വന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് സ്പേസർ ഇട്ടിട്ടുണ്ട് വീലിൻ്റെ രണ്ടിനും. ഇതൊക്കെ നമ്മളെ വണ്ടിയുമുള്ള ഏറെ കുറേ ഒക്കെ കമ്പനി ഇതിലാണ് കൊണ്ടുനടക്കുന്നത്. നമ്മൾ കമ്പനി ലുക്കിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുനടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അധികം എക്സ്ട്രാ മോഡിഫിക്കേഷൻ ഒന്നുമില്ല. ഇതേപോലെ ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിലെ വീലിൻ്റെ ഉള്ളിൽ ടയറിൻ്റെ ഹബ്ബും നമ്മൾ യെല്ലോ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. 53 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ഫ്യൂൽ ടാങ്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ റീപെയിൻറ്റ് ചെയ്ത് ഇറക്കിയ ഒരു വാഹനം. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് ക്വാളിസുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായ വ്യത്യാസങ്ങൾ എല്ലാ വാഹനത്തിനും നിങ്ങൾക്ക് കാണാൻ കഴിയും.
പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എംബ്ലങ്ങളും ബാക്കിലെ കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ കാര്യം തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ വരുന്ന മിക്കവാറും ഭാഗങ്ങളെല്ലാം RSൽ വരുന്നത് തന്നെയാണ്. ഇതാണ് ഈ ഓണറുടെ ഒരു ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണമെങ്കിൽ ഇതിൽ കോൺടാക്റ്റ് ചെയ്ത് ആളോട് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ബമ്പറിൽ വരുന്ന കുറച്ച് മോഡിഫിക്കേഷനുകളാണ്. ഇതിൽ ക്യാമറയായിട്ടും പിന്നെ ഈ ഒരു സെൻസറുകളും അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ്. ഇത്ര വർഷങ്ങൾ പിന്നിടുമ്പോഴും ഈ ഒരു വാഹനം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഷോറൂമിൽ നിന്ന് നമ്മൾ ഇറക്കിയ ഒരു കണ്ടീഷനിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മനോഹരമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ക്ലിയറിലിരിക്കുന്ന ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും ഒക്കെയാണ്. ഇത് ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ പുതുതായിട്ട് മാറിയതാണ്. ഈ ഒരു ഹെഡ്ലൈറ്റിന് മുകളിലായിട്ട് ഒരു റണ്ണിങ് DRL കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പറിന് മുകളിലായിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ബാർ നമുക്കിവിടെ കാണാം. ഇത് അന്ന് അക്സറീസിൽ കമ്പനി തന്നെ ചെയ്തു തന്നാണ്. ഇതിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇതെല്ലാം ഫൈബർ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു കമ്പനി ബമ്പറിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോഗ് ലാമ്പ് ഇതിൽ കാണാൻ കഴിയും. ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. 2446 cc ഒരു എഞ്ചിൻ. മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 75 PS at 4200 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 151 Nm at 2400 RPM. പിന്നെ ഈ വാഹനത്തിന് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മൈലേജ് വരുന്നത് 13.2 km/L ആണ്. സ്ക്വയർ ടൈപ്പ് ഹാൻഡിലാണ്. അത് തുറന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധ പോകുന്നത് ഈ ഒരു മാറ്റിലാണ്. ഇത് അവർ തന്നെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു ഷീറ്റ് വാങ്ങിയിട്ട് കട്ട് ചെയ്ത് ഉള്ളിൽ വെച്ചതാണ്. സംഭവം നല്ലൊരു ഉപകാരമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പൊടിയൊക്കെ കുടുങ്ങുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പുറത്തെടുത്ത് തട്ടാവുന്ന രീതിയിലുള്ള ഒരു മാറ്റാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു ടർഫിൻ്റെ ഫീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കിട്ടുന്നത്. ഇനി പറയേണ്ടത് ഇതിൻ്റെ സീറ്റാണ്. ഒരു നല്ല രീതിയിൽ ബൾജൊക്കെ ചെയ്തിട്ടുള്ള ഒരു സീറ്റ് ഈ ഒരു വാഹനത്തിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വേറെ അധികം മോഡിഫിക്കേഷനൊന്നുമില്ല. ഡാഷ്ബോർഡ് എല്ലാം ആ ഒരു കമ്പനിയുടെ തന്നെയാണ്. ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ കമ്പനി തന്നിരുന്ന ആ ഒരു ഡോർ പാഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. സീറ്റിൻ്റെ സെൻട്രലായിട്ടും ഈ ഒരു സെയിം പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിന് വന്നിരുന്നത്. അതെല്ലാം ഇപ്പോൾ മാറി നമ്മൾ സീറ്റിൻ്റെ കവറെല്ലാം ചെയ്തു. ഡാഷ്ബോർഡെല്ലാം കമ്പനിയുടെ അതേ ഡാഷ്ബോർഡ് സെയിം യൂസ് ചെയ്തിരിക്കുന്നതാണ്. വേറെ ഇതിൽ ഒരു മോഡിഫിക്കേഷനൊന്നുമില്ല. നല്ല രീതിയിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. സെൻട്രലായിട്ട് ഒരു സെൻട്രൽ കൺസോൾ വരുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 റോയിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. പിന്നെ ഈ ഒരു ബാക്കിൽ നോക്കുകയാണെങ്കിൽ 2 സ്ക്രീനുകൾ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ. ക്വാളിറ്റിൻ്റെ ഏറ്റവും ബാക്കിലെ സീറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കർ, ഈ ഒരു JBLന്റെ സ്പീക്കർ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഒരു ട്യൂട്ടർ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത നല്ലൊരു സ്പേസ് ഉള്ള ഒരു സീറ്റ് തന്നെയാണ്. ഇതിന് മുമ്പിൽ വരുന്ന റോ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതൊരു ഗെയിമിംഗ് സീറ്റിന്റെ ഒരു മോഡലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടിക്കുകയാണെങ്കിൽ 2 സൈഡിലൊക്കെ ആയിട്ട് നല്ല ഒരു കുഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരു സീറ്റാണ്. ഇതാണ് ആ ഒരു സീറ്റ് വരുന്നത്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്കിലെ ഈ ഒരു നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഒരു JBLന്റെ ഒരു വൂഫറാണ്. മിക്കവാറും സ്പേസ് ഇതിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്.
ആ മാറ്റ് ഫുള്ളായിട്ട് തന്നെ വിരിച്ചിട്ടുണ്ട്. ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ആ ഒരു ഗ്രീൻ മാറ്റ് ഇതിൽ കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ഡോർ തന്നെ നോക്കുകയാണെങ്കിൽ അകത്തുനിന്ന് ഓപ്പൺ ആക്കുന്ന ഒരു ഹാൻഡിൽ കാണാം. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഒരു കറക്കം വരുന്നത്. പിന്നെ ഈ ബാക്കിലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഒരു ആഷ്ട്രേ നമുക്ക് കാണാൻ കഴിയും. അതിന് മുകളിലാണ് നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. ഒരു നോർമൽ ടൈപ്പ് സ്വിച്ച് തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്ക്രീനുകൾ, അഡീഷണലായിട്ട് കൊടുത്ത സ്ക്രീനുകൾ കാണാം. മുകളിലായിട്ട് റിയർ AC-യുടെ വെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവറിൻ്റെ സീറ്റിന് താഴെയായിട്ട് നമ്മുടെ ആംപ്ലിഫയർ, ഫോക്കൽ കമ്പനിയുടെ ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. ഇതാണത്. പിന്നെ ഈ ഡോറിന് താഴെയായിട്ടുള്ള കോളേജിൻ്റെ ഇത് കണ്ടോ, ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണിത്. നമ്മൾ കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ആയിട്ട് ആ ഭാഗത്തെ പെയിൻ്റ് എടുക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് കാരണം മാറി കിട്ടും. ഇതിൻ്റെ കീ നോക്കുകയാണെങ്കിൽ ഇതാണ്, ഈ ഒരു ഫ്ലിപ്പ് ടൈപ്പ് കീ ആക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിൽ ടയർഡ് എംബ്ലൊക്കെ വരുന്ന രീതിയിൽ. ഡാഷ്ബോർഡിലാണ് ബാക്കിലത്തെ വൈപ്പറിൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കമ്പനിയുടെ ഒറിജിനാലിറ്റിയിൽ മാത്രം വെച്ചിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മിററിലാണ്. അപ്പോൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു മോണിറ്ററായിട്ടും ബാക്കി സമയങ്ങളിൽ ഒരു ബാക്കിലെ വ്യൂ കാണുന്ന ടൈപ്പുള്ള വീതി കൂടി ഒരു മിററായിട്ടും ആക്ട് ചെയ്യുന്നു. നമ്മുടെ സാധാരണ വാഹനങ്ങളിൽ കാണുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ ചിലരിത് റിലീസ് ചെയ്യാനൊന്നും മറക്കും. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് നോക്കാം. പോയി നോക്കാം നമുക്ക്. ഈ ഒരു ഷേപ്പിൽ വരുന്ന MUVയിൽ ഏറ്റവും നല്ലൊരു വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം എന്നുള്ള സവിശേഷത നമുക്ക് ക്വാളിസിന് കൊടുക്കാൻ കഴിയും. കാരണം ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഗുഡ് വ്യൂ ആണ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നത്. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കമ്പനി ഈ വണ്ടിയുടെ ബോണറ്റിന് കൊടുത്തൊരു ഡിസൈനാണ്. വലിയൊരു വാഹനം നമുക്ക് ഓടിക്കുന്നത് കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. പക്ഷേ അത് ഓടിക്കുന്നവർക്ക്, വലിയൊരു വാഹനം ഓടിച്ച് പരിചയമായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്. ആ ഒരു വലിയ വാഹനത്തിൻ്റെ ഒരു സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒഴിവാക്കാൻ തോന്നില്ല. നമ്മളിപ്പോൾ പോകുന്ന റോഡ് വലിയ ആൾത്തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു റോഡാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മളുടെ ഷോക്ക് അബ്സോർബേഴ്സ് ചെക്ക് ചെയ്യാൻ പറ്റിയ കുഴികളും ഇതിൽ നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ട്.
എൻ്റെ വണ്ടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.